മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു യുദ്ധമുനമ്പുമായി മാറിക്കൊണ്ടിരിക്കെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ അപ്രതീക്ഷിത നയതന്ത്ര നീക്കവുമായി വാഷിംഗ്ടൺ. ഇറാൻ അതിർത്തിക്കടുത്ത് രണ്ടാമത്തെ US വിമാനവാഹിനി കപ്പലും വിന്യസിച്ച് സൈനിക കരുത്തു കാട്ടുമ്പോഴും സമാധാനത്തിന്റെ വാതിൽ തുറന്നിടാനാണ് അമേരിക്കയുടെ ശ്രമം. അവസരം ലഭിച്ചാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ നേരിൽ കാണാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും തുടരുന്നതിനിടയിലും ടെഹ്റാനുമായി ചർച്ചയിലൂടെയുള്ള പരിഹാരത്തിനാണ് അമേരിക്ക മുൻഗണന നൽകുന്നതെന്ന ഈ പ്രഖ്യാപനം ലോകം ഏറെ കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ആഗോള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക മാർഗമായി നേരിട്ടുള്ള ഇടപെടലിനെ ട്രംപ് കാണുന്നുവെന്ന് റൂബിയോ പറഞ്ഞു. എതിരാളികളെ കണ്ടുമുട്ടുന്നത് ഒരു വിട്ടുവീഴ്ചയായി വ്യാഖ്യാനിക്കരുതെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒരാളെ നേരിൽ കണ്ടുമുട്ടുന്നതിലൂടെയാണ്. അത് വിട്ടുവീഴ്ചയല്ല, മറിച്ച് പ്രായോഗിക ബുദ്ധിയാണ്. ഒരാളെ കാണുന്നത് അയാളുടെ ആശയങ്ങളോട് യോജിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ഏക വഴി അതാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നത് കൊണ്ടാണെന്ന് റൂബിയോ കൂട്ടിച്ചേർത്തു. മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് റൂബിയോയുടെ പരാമർശങ്ങൾ വന്നത്. അമേരിക്കൻ സേനകൾക്കും സൗകര്യങ്ങൾക്കും നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾ തടയുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ താൽപര്യങ്ങൾ ലക്ഷ്യമിടുന്നതിനുള്ള ഇറാന്റെ മുൻകാല സന്നദ്ധത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കരുതെന്ന വാഷിംഗ്ടണിന്റെ ഉറച്ച നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. അത്തരമൊരു സാഹചര്യം ആഗോള പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. വർദ്ധിച്ച ശക്തി പ്രകടനം ഉണ്ടായിരുന്നിട്ടും ഇറാനുമായി ചർച്ച ചെയ്ത് കരാർ പിന്തുടരുന്നതിൽ ട്രംപ് പ്രതിജ്ഞാബദ്ധനാണെന്ന് റൂബിയോ പറഞ്ഞു. ചർച്ചകൾ ഉടൻ നടക്കുമെന്നും US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജരേഡ് കുഷ്ണറും വരാനിരിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കരാറിലൂടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് പ്രസിഡന്റ് എപ്പോഴും ഇഷ്ടപ്പെടുന്നതെന്ന് റൂബിയോ പറഞ്ഞു. ഇറാനുമായി സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USന്റെ USS ജെറാൾഡ് ആർ ഫോർഡ് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തുടങ്ങിയത്. കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന ജെറാൾഡ് ആർ ഫോർഡ് ഒരാഴ്ച കൊണ്ട് എത്തിച്ചേരും. USS ജോർജ് H. ബ്ലൂബുഷ് വിമാനവാഹിനിയെ മേഖലയിലേക്ക് അയക്കാനായിരുന്നു US നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കാലതാമസമുണ്ടാകുമെന്നതിനാൽ തീരുമാനം മാറ്റി. നിലവിൽ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയുടെ നേതൃത്വത്തിലെ US നാവിക വ്യൂഹം അറബിക്കടലിൽ തുടരുകയാണ്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ആഗ്രഹിക്കുമ്പോഴും ചർച്ചകൾ പരാജയപ്പെട്ടാൽ നേരിടാനുള്ള പ്രതിരോധ നീക്കമായാണ് ഈ വിന്യാസത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ രണ്ടാമത്തെ വലിയ വിമാനവാഹിനി കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ റൂബിയോ തയ്യാറായില്ല. അതേസമയം ഈ മാസം ആദ്യവാരം ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ US ഇറാൻ ആണവ ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു. തുടർ ചർച്ചകൾ തുടരുമെന്നാണ് അന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. വെനിസുലയുടെ പ്രസിഡന്റ് മഡുറോയെ പിടികൂടിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങളെ വരെ വഹിക്കാൻ ഈ കപ്പലിന് കഴിയും. US പ്രത്യേക ദൂതൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഒമാനിൽ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഒരു മാസത്തിനുള്ളിൽ കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതികരണം ഉണ്ടാവുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതിനിടെ ഇറാനെതിരെ കർശന കരാർ വേണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ എത്തിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചയിൽ ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചെന്നും താൻ നിലപാട് അറിയിച്ചെന്നും നെതന്യാഹു വ്യക്തമാക്കി. ട്രംപും നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. ഇറാനുമായി നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇറാൻ അമേരിക്ക ചർച്ചയിൽ ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.